ഒന്ന്, ഞങ്ങൾ ചാർജ് എടുത്തതിന് ശേഷം ഡൽഹിയിൽ ആദ്യം വന്ന് AICC പ്രസിഡന്റ് രാഹുൽജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കണ്ട് പോയി. അതിനിടയിൽ നിലമ്പൂർ ഇലക്ഷൻ വന്നു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ സമരസംഗമങ്ങളുമായിട്ട് ജില്ലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതിന്റെ മുന്നൊരുക്കങ്ങൾ, അതിന്റെ സംഘടനയുടെ ശാക്തീകരണം, അതെല്ലാം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അവരുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തിയത്. അതിൽ രാഷ്ട്രീയ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും തുടർ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കന്മാരുമായും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള KPCC ഭാരവാഹികൾ, പാർലമെന്ററി പാർട്ടി ഭാരവാഹികൾ, പ്രതിപക്ഷ നേതാവ് അവരൊക്കെയായിട്ട് സംസാരിച്ച് ആവശ്യമായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നാണ് ആലോചിച്ചത്. എത്രയും വേഗം എന്നുള്ള വാക്കിന് നല്ല അർത്ഥമുണ്ട്. അറ്റ് ദി ഏർലിയസ്റ്റ്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാമത് ചരമ വാർഷിക ദിനാചരണത്തിൽ കോട്ടയത്ത് പുതുപ്പള്ളിയിലെ രാഹുൽ ഗാന്ധി തന്നെ ഈ 18-ാം തീയതി എത്തിച്ചേർന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾക്ക് AICC അതിനുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ പുനഃസംഘടന നേരത്തെ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ അത് DCC, PCCയിലെയും പൂർത്തിയാക്കും. എല്ലാ തലങ്ങളിലും ആവശ്യമായ സ്ഥലങ്ങളിൽ അതിലെല്ലാം ഉൾക്കൊള്ളും. ഈ ശശി തരൂർ ഇന്നൊരു എക്സിലൊരു പോസ്റ്റ് ഷെയർ ചെയ്തത് മറ്റൊരാളിട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യം, കേരളത്തില് മുഖ്യമന്ത്രിയാവാൻ UDF ൽ നിന്ന് ആളുകൾ തെരഞ്ഞെടുക്കുന്ന 26% ആളുകളും ഈ ശശി തരൂരിനാണ് മുഖ്യമന്ത്രി. അല്ല, ഒന്നാമത്തെ ഭാഗം UDFന്റെ മുഖ്യമന്ത്രി വരും എന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകളും കണ്ടെത്തി. അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. ആത്മവിശ്വാസം ഞങ്ങൾക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടി, അല്ലെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനോട് യോജിക്കുന്നു. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ആരെന്നുള്ളത് അന്ന് അതിന്റേതായ നടപടിക്രമങ്ങളനുസരിച്ച്, കീഴ്വഴക്കങ്ങളനുസരിച്ച് MLA-മാരും ആയിട്ട് ആലോചിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കും. പോസ്റ്റർ പങ്കിടുമ്പോൾ അതൊരു മറ്റൊരു ആശയമാണല്ലോ നൽകുന്നത്. തരൂർ ആ പോസ്റ്റ് ഷെയർ ചെയ്യും. അതെ, എവരിബഡി ക്യാൻ തിങ്ക്. അല്ല, പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഒരുക്കങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അത് ഞങ്ങളല്ല, നിങ്ങളാ ഉത്തരം പറയണ്ടേ. നിങ്ങളങ്ങനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉറപ്പാണ് കേരളത്തിൽ 2026 എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ പേഴ്സണൽ ആരൊക്കെയാണെന്ന് ഞങ്ങൾ ആലോചിച്ച് തക്ക സമയത്ത് ഉചിതമായ സംസ്ഥാനത്തിന്, പാർട്ടിക്ക്, രാജ്യത്തിന് ഗുണകരമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കും. തരൂർ യോഗ്യനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതിന്റെ പ്രോപ്പർ ടൈം വി വിൽ ടേക്ക് ദ പ്രോപ്പർ ഡിസിഷൻ ദാറ്റ് ഐ ടോൾഡ് ഏർലിയർ. പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ യോഗ്യനാണ്. ആരാണ് അയോഗ്യൻ? പ്രസിഡന്റ്, ഇതിലൊരു പ്രശ്നമുള്ളത്, പല തവണയായിട്ട് തരൂരിനെ ചൊല്ലി പ്രതിസന്ധി വരികയാണ് കേരളത്തിൽ. അപ്പൊ നിങ്ങളെ നിലപാട് മാറ്റിയതിൽ വളരെ സന്തോഷം. കഴിഞ്ഞു. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള കുടുംബത്തിന്റെയും നാടിന്റെയും ആഗ്രഹം, ആവശ്യം, അഭ്യർത്ഥന, കരച്ചിൽ അത് ലോകം കേൾക്കുന്നുണ്ട്. അതിനാവശ്യമായ നടപടികളുമായിട്ട് ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകണം. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും പ്രത്യേകമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറെ നാളായിട്ട് വരുന്നൊരു നടപടികളാണ്. ഏറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട് പല നീക്കങ്ങൾ നടത്തുന്നു. പക്ഷെ ഒന്നും ഇതുവരെയും ഒരു ഫലം. ഞാൻ അതിലേക്കൊന്നും ഞാൻ വിമർശിക്കാനോ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. റിക്വസ്റ്റ് ഓൺലി. ഐ എം മേക്കിംഗ് എ റിക്വസ്റ്റ് ഓൺലി ടു സേവ് ദ ലൈഫ്. അത്രമാത്രം.